നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പാലാരിവട്ടം പോലീസിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതിഗൌരവമായ കേസിൽ പുതിയ വഴിത്തിരിവ്. കൊച്ചി പോലീസിന്റെ ഔദ്യോഗിക വയർലെസ് സന്ദേശങ്ങൾ ചോർത്തി സ്വന്തം യൂട്യൂബ് ചാനലിൽ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ യൂട്യൂബർ ഷാജൻ സക്കറിയക്കെതിരായ രാജ്യദ്രോഹ കുറ്റം ഇനി കോടതി മേൽനോട്ടത്തിൽ തന്നെ അന്വേഷിക്കും. 500 ദിവസത്തിലേറെയായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേസിൽ ഇതുവരെ കുറ്റപത്രം പോലും സമർപ്പിക്കാത്തത് പോലീസിന്റെ ഗുരുതരമായ വിട്ടുവീഴ്ചയാണെന്ന് കോടതിയുടെ നിരീക്ഷണം. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അന്വേഷണം നേരിട്ട് മേൽനോട്ടം വഹിക്കാൻ ഉത്തരവിട്ടത്. അഭിഭാഷകൻ മുഹമ്മദ് ഫിറോസ് നൽകിയ പരാതിയിലാണ് കേസ് തുടക്കം കുറിച്ചത്. പോലീസ് ഉപയോഗിക്കുന്ന വയർലെസ് സെറ്റ് ഹാക്ക് ചെയ്ത് ഇതിലൂടെയുള്ള സന്ദേശങ്ങൾ തന്റെ യൂട്യൂബ് ചാനലിൽ പ്രചരിപ്പിച്ചതാണ് ഷാജൻ സക്കറിയക്കെതിരായ പ്രധാന കുറ്റാരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് IT ആക്ട്, രാജ്യദ്രോഹം അടക്കമുള്ള കഠിനമായ വകുപ്പുകൾ ചുമത്തിയത്. കേസിൽ ആകെ 11 പ്രതികളുണ്ട്. ഇവരുടെ പങ്ക് വിശദമായി അന്വേഷിക്കാനുള്ള ഉത്തരവിനൊപ്പം 30 ദിവസം കൂടുമ്പോഴൊരിക്കൽ അന്വേഷണ പുരോഗതി കോടതിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായും നിർദ്ദേശിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് പോലീസ് കോടതിയിൽ നൽകുന്ന വിശദീകരണം. എന്നാൽ അന്വേഷണത്തിൽ ഈ തരത്തിൽ ആലസ്യം കാണിക്കുന്നത് സംഭാവ്യമായ രാഷ്ട്രീയ പ്രേരണകളും ഉദ്യോഗസ്ഥർക്കുള്ള മർദ്ദനങ്ങളും ഉയർത്തി കാണിക്കുന്നതാണെന്നാണ് പരാതിക്കാരന്റെ ആരോപണം. ഈ കേസിൽ സൈബർ സുരക്ഷ, മാധ്യമ സ്വാതന്ത്ര്യം, ദേശീയ സുരക്ഷ എന്നീ എല്ലാ ലൈനുകളും സ്പർശിക്കുന്നതിനാൽ അടുത്ത കുറച്ചാഴ്ചകൾക്കുള്ളിൽ കേരള രാഷ്ട്രീയത്തിലും മാധ്യമ ലോകത്തും അതീവ ശ്രദ്ധേയമായ വിഷയമാവാൻ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ